അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയം നിറഞ്ഞ ഉമ്മമാരെ ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മജ്ലിസ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നുണ്ട്. അത് തന്നെ വലിയ സന്തോഷമാണ്. പലരും കാണുന്നു, നമ്മളോടൊപ്പം തന്നെ ചൊല്ലുന്നു, പലരും കമൻ്റ് എഴുതുന്നു. അത് പലർക്കും കമൻ്റ് എഴുതാൻ അറിയില്ല. ഉസ്താദെ, ഒരു കല്യാണത്തിൽ വെച്ചൊരു ഉമ്മയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ വീഡിയോക്ക് താഴെ എനിക്ക് കമൻ്റ് എഴുതാൻ അറിയില്ല, എന്നോട് പൊരുത്തപ്പെടണേന്ന്. ഇവ കമൻ്റ് എഴുതുക എന്ന് പറഞ്ഞാൽ അതൊരു നിർബന്ധമായി നിസ്കാരം പോലത്തെ അമലൊന്നുമല്ല. നിങ്ങൾ കമൻ്റ് എഴുതില്ല എന്ന് വെച്ചപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മളങ്ങനെ ഈ ദുആവസിയത്തൊക്കെ ഇപ്പോൾ നമ്മൾ നേരിട്ട് നമുക്കിപ്പോൾ ഒരു വൺ വേ ആണല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അതല്ലാതെ നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു വൺ വേ സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ താഴെ എഴുതുന്നു എന്ന് മാത്രം. അതല്ലാതെ ഇത് കമൻറ്റ് എഴുതാൻ എനിക്കറിയില്ല, എന്നോട് പൊരുത്തപ്പെടണേന്ന് അമ്മ അവരുടെ നിഷ്കളങ്കത കൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ ഉദ്ദേശമുണ്ടോ അതൊക്കെ അള്ളാഹിനോട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആരക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും ഇസ്സത്തും ഒക്കെ നിറച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ സദസ്സ് കേരളക്കാർ, അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ ഒരുപാട് പേര്, പിന്നെ തമിഴ്നാട്ടിലും കർണാടകയിലും പിന്നെ ഗൾഫിലുമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസ് കാണുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് ചൊല്ലുന്ന ദിക്റിനും സ്വലാത്തിനൊക്കെ വ്യത്യസ്തമായ നേട്ടങ്ങളാണ്. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ വരുന്നു അല്ലേ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. എല്ലാവരുടെയും സമാധാനത്തിനും റാഹത്തിനും വേണ്ടി ഇൻഷാ അല്ലാഹ് സ്പെഷ്യലായ ദിക്റുകൾ നമ്മൾ ചൊല്ലാൻ പോകുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ നമ്മുടെ തസ്ബീഹിൻ്റെ മജ്ലിസിലേക്ക് കടക്കാം. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഉഷാറോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുക ഇൻഷാ അല്ലാഹ്. പരിപാവനമായ ശഅബാൻ അവസാനിച്ച് റമളാൻ നമ്മളിലേക്ക് വരികയാണ്. ഏത് കാര്യത്തിൻ്റെയും അവസാനം, പ്രത്യേകിച്ച് നമ്മൾ ഈ റമളാൻ മാസത്തിലും അല്ലാത്ത സമയത്തൊക്കെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്നതിന് മുമ്പ്, അതായത് മഗ്രിബോട് അടുക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ദിക്റാണല്ലോ അല്ലേ. അതായത് നമ്മുടെ മീസാൻ എന്ന തുലാസിൽ ഒരുപാട് ഭാരം തൂങ്ങുന്ന ദിക്റാണ്. ആ ദിക്ർ കൂടുതലായി അധികരിപ്പിക്കേണ്ടത് ഈ റമളാൻ അടുക്കുന്ന സമയത്താണ്. അതായത് ശഅബാൻ അവസാനിച്ച് റമളാൻ അടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കണ്ട് അധികരിപ്പിക്കണം. ദുആയാണത്, അതൊരു ദിക്റാണ്, അതൊരു തൗബയുടെ വചനമാണ്, എല്ലാമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്കൊന്ന് പറഞ്ഞാലോ? നല്ല ആത്മാർത്ഥതയോടെ പറഞ്ഞോട്ടോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده يستغفر الله. കേൾവിശക്തി കൂടാൻ, ഗ്രാഹ്യശക്തി കൂടാൻ, എല്ലാത്തിനും ഉപകാരപ്പെടുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പരീക്ഷയ്ക്ക് പോകുന്നവരാണ്, അവരൊക്കെ ഒരുപാട് കണ്ട് അധികരിപ്പിക്കേണ്ട 3 ഇസ്മുകൾ ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് നമ്മൾ പറയുകയാണ്. എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു കേട്ടോ. അള്ളാഹുവിൻ്റെ പുണ്യമായ ഇസ്മുകളാണ്. യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ് 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 യാ സമീഉ യാ ബസീറു യാ ഖവിയ്യു യാ അല്ലാഹ്. സ്വലാത്തുൽ ഫാത്തിമിയ്യ് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന സ്വലാത്താണ്. ചൊല്ലിയാലോ അത് അള്ളാഹു ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. വിഷമ പ്രയാസങ്ങൾ പടച്ചവൻ നീക്കിത്തരട്ടെ. ചൊല്ലിക്കോ സ്വലാത്തുൽ ഫാത്തിമിയ്യ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി 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 اللهم صل على النور وأهله 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 اللهم صل على
النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله എപ്പോൾ മരിച്ചാലും അല്ലാഹുവേ ഈമാനോട് കൂടിയുള്ള മരണം തരണേ അല്ലാഹ് അല്ലേ നമ്മളെപ്പോഴും ദ്വാരക്കണം. എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുഴഞ്ഞു വീണ് മരണം, അപകട മരണങ്ങൾ, അതുപോലെ തന്നെ പെട്ടെന്നുള്ള ആക്സിഡൻറ്റുകൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അറ്റാക്ക് വന്ന്, സ്ട്രോക്ക് വന്ന്, ബ്ലോക്ക് വന്ന് മരണപ്പെടുകയാണ്. അള്ളാഹു പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാക്കുമാറാവട്ടെ. എപ്പോൾ മരിച്ചാലും തൗബ പറഞ്ഞ് നിസ്കാരമെല്ലാം നമുക്ക് പൂർത്തിയാക്കി മറ്റുള്ളവരോടുള്ള ഹക്ക് ഇടപാടുകളൊക്കെ തീർത്ത് നല്ല സമാധാനപരമായ മരണം അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഇൻഷാ അല്ലാഹ് നമ്മൾ നല്ലപോലെ ദ്വാരക്കണം, നല്ലവണ്ണം ദ്വാരക്കണം. ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മും കൂടി ചേർത്തിട്ട് ദ്വാരെന്നാൽ അള്ളാഹു വേഗത്തിൽ ആ ദ്വാ സ്വീകരിക്കും. അങ്ങനെ ഒരു ദിക്ർ പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. യാദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം 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 യാദൽ ജലാലി വൽ ഇക്റാം അമിതിനാ അലാ ദീനിൽ ഇസ്ലാം
الإسلام يا ذا الجلال والإكرام أمتنا على دين 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 الإسلام جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله നമ്മുടെ ഈമാൻ പുതുക്കണം. എല്ലാ ദിവസവും ഈമാൻ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണം. ഈമാൻ ചിലപ്പോൾ കുറഞ്ഞു പോകും, കൂടി വരും, അത് സ്വാഭാവികമാണ്. ചിലപ്പോൾ അള്ളാഹിനെ പറ്റിയുള്ള ഭയങ്കര ചിന്ത വരും, ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ അള്ളാഹിനെ പറ്റിയുള്ള ചിന്ത സദാസമയം നമ്മുടെ ഖൽബിൽ ഉണ്ടാവണം. അതിന് പറ്റിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ. ആ ദിക്റിനോടൊപ്പം തന്നെ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞാൽ വലിയ റാഹത്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ദിക്ർ എങ്ങനെ പറയണം? അല്ലാഹുവേ, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല, വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ റസൂലാണെന്ന്, നിന്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി പറഞ്ഞു, നമ്മുടെ ഈമാൻ വർദ്ധിക്കണമെന്നുള്ള നിയ്യത്തോടു കൂടി എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് واشهد ان محمد رسول الله اشهد ان لا اله الا الله واشهد ان محمد رسول الله اشهد ان لا اله الا الله واشهد ان محمد رسول الله اشهد ان لا اله الا الله واشهد ان محمد رسول الله اشهد ان لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله أشهد أن لا إله إلا الله وأشهد أن
അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പവിത്രമായ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ 1 മുതൽ അവസാനം വരെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരുപാട് ദിക്റുകളുണ്ട്. പ്രത്യേകിച്ച് ശഅബാൻ അവസാനിച്ച് റമളാൻ അടുത്തു വരുമ്പോൾ അധികമായി ചൊല്ലണമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച പുണ്യമായ ഒരു ദിക്റുണ്ട്. നമുക്കതൊന്ന് ചൊല്ലിയാലോ? ഒരുപാട് നേട്ടമുണ്ട് അതിൽ. എല്ലാ നേട്ടങ്ങളും അള്ളാഹു തരട്ടെ. ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കോ. എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് അതൊക്കെ അള്ളാഹുവെ മാറ്റണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഈ ദിക്ർ ചൊല്ലാം. യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ചൊല്ല് യാ ഹയ്യൂ യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. 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 യാ ഹയ്യു 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 യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിൻ്റെ എല്ലാവിധത്തിലുള്ള വിജയങ്ങളും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ബറക്കത്തുകളും എല്ലാ നിഅമത്തുകളും നമുക്ക് തുറന്നു കിട്ടണം അല്ലേ? അതിനുവേണ്ടി ഇൻഷാ അള്ളാഹ് നമ്മൾ അള്ളാഹുവിനോട് യാചിക്കുകയാണ്. എങ്ങനെ? നല്ല രൂപത്തിൽ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ നന്മകളും നമുക്ക് കിട്ടാനുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു പുണ്യമായ ദുആ നമ്മളിതാ പറയുന്നു. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة. اللهم افتح لنا
അബ്വാബൽ ഖൈരി വഅബ്വാബൽ ബർക്കത്തി വഅബ്വാബൽ ഇസ്സത്തി വഅബ്വാബസ് സലാമ اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة اللهم افتح لنا أبواب الخير وأبواب البركة وأبواب العزة وأبواب السلامة അൽഹംദുലില്ലാഹ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ഇത്രയും സമയം ചൊല്ലിയ ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, പുണ്യമായ ഒരുപാട് ദുആകളുണ്ട്. അതുപോലെ തന്നെ സ്വലാത്തുകൾ, അള്ളാഹുവിൻ്റെ ഇസ്മുൽ എല്ലാം അള്ളാഹു തആല ഓരോന്നിനും എന്തെല്ലാം പ്രതിഫലങ്ങൾ നേട്ടങ്ങളുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇന്നത്തോടെ പടച്ചോൻ ഈ ചൊല്ലിയ അദ്കാറുകളുടെ സ്വലവാത്തുകളുടെ ബർക്കത്ത് കൊണ്ട് മാറ്റി തരുമാറാവട്ടെ. ആരൊക്കെ ദുആ ചെയ്തോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കാൻ പോവുകയാണ്. ദുആ ചെയ്യുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി അതൊക്കെ നമ്മൾ സൂറത്തുൽ ഫലഖ്, നാസ് ഒക്കെ ഓതി ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദുആയിലേക്ക് കടക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم
ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب ارحمهما كما ربياني صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകൾ, സ്വലവാത്തുകൾ, തസ്ബീഹുകൾ, ദുആകൾ എല്ലാം നീ ഖബൂലാക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ, അല്ലാഹുവേ, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞ പരിശുദ്ധമായ ഈ മാസത്തിൽ മരണപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മരണപ്പെട്ട് ഒരുപാട് വർഷങ്ങളായ, ഒരുപാട് മാസങ്ങളായ മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ, മർഹമത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മരണപ്പെട്ടവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, അതുപോലെ ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, മക്കൾ, മരുമക്കൾ, പേരക്കുട്ടികൾ, കുടുംബാദികൾ, കൂട്ടുകാർ, നാട്ടുകാർ, വേണ്ടപ്പെട്ടവരെ ആർക്കെല്ലാം വേണ്ടി ദുആരക്കാൻ ആരെല്ലാം വസിയത്ത് പറഞ്ഞിട്ടുണ്ടോ, അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവരാണ് റഹ്മാനെ. ഞങ്ങൾക്ക് എല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ തരണേ അല്ലാ, ഇഖ്ലാസ് തരണേ അല്ലാ, ഇസ്തിഖാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗ്ഗം കണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, നിസ്കാരം ഖളാ ഇല്ലാതെ, മറ്റുള്ളവരോട് പിണക്കങ്ങളില്ലാതെ, ഹക്കിടപാടുകളൊക്കെ തീർത്ത് റബ്ബേ സലാമത്തായ തൗബയോടെ റഹ്മാനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സമയത്ത്, നല്ല മാസത്തിൽ നല്ലത് പറഞ്ഞു മരിക്കാനുള്ള മഹാസൗഭാഗ്യം തന്നനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന ഉമ്മമാരെ സ്വീകരിക്കണേ അല്ലാ. ആമീൻ പറയുന്ന വാപ്പമാരെ നീ ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ എത്രയോ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് കമന്റുകളാണ് ഒരുപാട് വീഡിയോകളിൽ വന്നിട്ടുള്ളത്. എല്ലാവർക്കും പടച്ചവനെ അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ലക്ഷക്കണക്കിന് കടങ്ങളുള്ളവരുണ്ട്. അതുപോലെ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. കടങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി ഞങ്ങൾക്ക് നീ തുറന്നു തരണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, സാമ്പത്തികമായ ഭദ്രത തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യുന്ന ജോലി, തൊഴിൽ എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്. സമ്പത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ പലരും അല്ലാഹുവേ നിന്നോട് പൊരുത്തമില്ലാത്ത കാര്യങ്ങൾ ചെയ്തവരാണ്. പലിശക്ക് പൈസ എടുത്തവരാണ്, ലോൺ എടുത്തവരാണ്. റബ്ബേ, പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരിൽ ഒരുപാട് ആളുകൾ രോഗികളാണ്. പടച്ചവനെ, രോഗങ്ങൾ മാറ്റി തരണേ അല്ലാ. ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ, അതുപോലെ തന്നെ ഒരുപാട് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ വന്ന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. തൈറോയിഡിന്റെ അസുഖമുള്ളവരുണ്ട്, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട്, നരമ്പിന്റെ ന്യൂറോ പ്രശ്നങ്ങളുള്ള ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ, ഞങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, അവരൊക്കെ വെറും മധ്യവർത്തികൾ മാത്രമാണ്. നീയാണ്
രോഗം തന്നിട്ടുള്ളത്, നീ തന്നെയാണ് ശിഫയാക്കുന്നത്. ഷാഫിയായ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബാദികൾ, അതുപോലെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്, എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മക്കൾ നന്നാവാൻ ദുആരക്കാൻ പറഞ്ഞവരുണ്ട്, ഞങ്ങളുടെയും അവരുടെയും മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. വിവാഹം നടക്കാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് ജോലിയില്ലാതെ സങ്കടപ്പെടുകയാണ്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു, സ്വന്തമായ ഒരു വീടിന് ആഗ്രഹിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഖൈറായ വീട് അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുടെ വീട് പണി നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ റഹ്മാനെ, ഞങ്ങളുടെ മക്കൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് റബ്ബേ, പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അവരെ നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. ദുനിയാവും ആഖിറവും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. പഠിച്ചതനുസരിച്ച് അല്ലാഹുവേ നല്ല രൂപത്തിൽ പരീക്ഷ എഴുതാനും ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനും ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. നല്ല ഭാവി കൊടുക്കണേ അല്ലാ. നല്ല സന്താനങ്ങളാക്കി തരണേ അല്ലാ. വഴിപിഴച്ചു പോകുന്ന കാലമാണ്, കഞ്ചാവിന്റെ അതുപോലെ മയക്കുമരുന്നിന്റെ പ്രേമങ്ങളുടെ അല്ലാഹുവേ ഒരുപാട് അശ്ലീല പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്, കമന്റായി എഴുതുന്നവരുണ്ട്, അതുപോലെ കമന്റ് എഴുതാൻ അറിയില്ലാത്ത ഒരുപാട് ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, അതുപോലെ മനസ്സിൽ ഒരുപാട് മുറാദുകൾ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങളുണ്ട്, നീ മാറ്റി കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ മനസ്സിൽ എന്താണോ മുറാദുകൾ ഉള്ളത്, എന്താണ് ഉദ്ദേശമുള്ളതെന്ന് അല്ലാഹുവേ നിനക്കറിയാം, അത് നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. കമന്റ് എഴുതുന്നവരും എഴുതാൻ അറിയില്ലാത്തതുമായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവർക്കും ഇഹപര വിജയങ്ങൾ നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ മാനസികമായ ശാരീരികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ എല്ലാവരുടെയും നീ മാറ്റി സലാമത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഹലാലായ മുറാദുണ്ട് റബ്ബേ, നീ ഹാസിലാക്കി തരണേ അല്ലാ. പടച്ചവൻ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, അതിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും ഒട്ടും കുറയാതെ ഞങ്ങൾക്ക് തരണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയം വരെ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ, നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർ, എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, പരിപാവനമായ ശഅബാൻ മാസത്തിന്റെ പുണ്യമായ ദിനങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞുപോയ റജബ് ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. ഈ ഉള്ള ശഅബാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാ. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. ആ റമളാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അതുവഴി സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു, ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാടുകളിൽ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പ്രശ്നങ്ങൾ, നൂറ് നീറുന്ന പ്രശ്നങ്ങളുള്ള ആളുകളുണ്ട്. പ്രവാസികളായ ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷദ്വീപുകാരായ കർണാടകക്കാര്, തമിഴ്നാട്, കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ നിന്നും ഒരുപാട് മുഅ്മിനീങ്ങൾ പങ്കെടുക്കുന്ന മജ്‌ലിസാണ്. റഹ്മാനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ അവരുടെ മുഴുവനും ഡീറ്റെയിൽസ് നിനക്കറിയാം. ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എല്ലാവരുടെയും എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കലിമ പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم وفقنا فيه للصيام والقيام وتلاوة القرآن. ربنا
തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കട്ടെ. നാളെ നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആ, നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.